നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കേട്ടറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എപ്പിസോഡിക് മെമ്മറിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മെമ്മറി ആൻഡ് ഫൊർഗെറ്റിംഗ് എന്ന ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പിസോഡിക് മെമ്മറി ഏത് തരത്തിലുള്ള മെമ്മറിക്കകത്ത് വരുന്നതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എപ്പിസോഡിക് മെമ്മറിയും പ്രൊസീജിയറൽ മെമ്മറിയും ശരിക്കും ലോങ് ടേം മെമ്മറി ആണ്. ലോങ് ടേം മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറി എന്നിവ ലോങ് ടേം മെമ്മറിക്ക് ഉദാഹരണമാണ്. അതായത് ദീർഘകാലം നിങ്ങളിൽ നിലനിൽക്കുന്നതാണ് ലോങ് ടേം മെമ്മറി, അല്ലെങ്കിൽ LTM എന്ന് പറയാറുണ്ട്. LTM, ഓക്കെ, ലോങ് ടേം മെമ്മറി. ഇനി എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ലൈഫിലെ ഇവന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത്, ലൈഫിലെ ഇവന്റുകൾ ഓർക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എപ്പിസോഡിക് മെമ്മറി. എപ്പിസോഡ്, ഓക്കെ, എപ്പിസോഡിക് ആയിട്ട് അല്ലെങ്കിൽ ഇവന്റുകൾ, ലൈഫിലെ ഇവന്റുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള ഇവന്റുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് എപ്പിസോഡിക് മെമ്മറി അതിന് നിങ്ങളെ സഹായിക്കുന്നു. സെമാൻറ്റിക് മെമ്മറി, ജനറൽ നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, ജനറൽ നോളജ്, ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മെമ്മറിയാണ് സെമാൻറ്റിക് മെമ്മറി. ഓർത്തു വെച്ചേക്കുക. ഷോർട്ട് ടേം മെമ്മറി നമ്മൾ പഠിച്ചു. 20 മുതൽ 30 സെക്കൻഡുകൾ വരെ മാത്രം നിലനിൽക്കുന്ന മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കും വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ വർക്കിംഗ് മെമ്മറി, അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ OTP, വൺ ടൈം പാസ്വേഡ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഷോർട്ട് ടേം മെമ്മറിക്കകത്ത് ആണ്. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എപ്പിസോഡിക് മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറി വേറൊരു ടൈപ്പാണ്. പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുമ്പോൾ ശരിക്കും അത് സ്കില്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രോസസ് സ്കില്ലുകളുമായിട്ട് ബന്ധപ്പെട്ടത് പ്രൊസീജിയറൽ മെമ്മറി. എപ്പിസോഡിക് മെമ്മറി ഇവന്റുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവന്റുകൾ ഓർത്തിരിക്കാൻ സഹായിക്കുന്നത്, സ്കില്ല് ഓർത്തിരിക്കുന്നത് പ്രൊസീജിയറൽ മെമ്മറിയിലൂടെയാണ്. സെമാൻറ്റിക് മെമ്മറി ജനറൽ നോളജ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഓർക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ടേമിൽ നിങ്ങൾ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു. അതിനകത്ത് വരുന്നതാണ് ശരിക്കും എപ്പിസോഡിക്കും സെമാൻറ്റിക്കും ഓർത്തിരിക്കുക. ഷോർട്ട് ടേം മെമ്മറി ഏറ്റവും ഷോർട്ടാണ്, 30 സെക്കൻഡ് വരെ മാത്രം നിലനിൽക്കുന്ന മെമ്മറി. സോഷ്യൽ ലേണിംഗ് തിയറി, റിപ്പീറ്റഡ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ദൂര ആൻഡ് വാൾട്ടേഴ്സ്. ആൽബർട്ട് ബന്ദൂരയും വാൾട്ടേഴ്സും ചേർന്ന് കൊണ്ടുവന്നതാണ് സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്നും പറയാറുണ്ട്. സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി, ഓക്കെ. ആൽബർട്ട് ബന്ദൂരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അഡോളസെന്റ് അഗ്രഷൻ. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അഡോളസെന്റ് അഗ്രഷൻ എന്ന പുസ്തകം ബന്ദൂരയുടേതാണ്. ആൽബർട്ട് ബന്ദൂരയുടെ പുസ്തകമാണ് അഡോളസെന്റ് അഗ്രഷൻ. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ മോഡലിംഗ് ലേണിംഗ് എന്ന് വിളിക്കാറുണ്ട്. മോഡലിംഗ് ലേണിംഗ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ലേണിംഗ്, മോഡലിംഗ് ആയിട്ട് പഠിക്കുന്ന പറയുന്ന തിയറിയാണ് സോഷ്യൽ ലേണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ ഡോൾ എക്സ്പെരിമെന്റ് അതിനെ ബന്ധപ്പെട്ടിരിക്കുന്ന പരീക്ഷ ചോദിക്കാം. അത് ബന്ധുരയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1974 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഇലക്ടഡ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നത് ആൽബർട്ട് ബന്ദൂരയാണ്. അദ്ദേഹം 2021 മരിച്ചു പോകുന്നു. 2021 റീസെന്റ് ആയിട്ട് മരിച്ചുപോയ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് ആൽബർട്ട് ബന്ദൂര. സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി, മോഡലിംഗ് ലേണിംഗ് ആൽബർട്ട് ബന്ദൂരയുടെ കൺസെപ്റ്റ് ആണ്. അടുത്ത ചോദ്യം, നോട്ട് എ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് മെത്തേഡ്. അസസ്മെന്റിന് ക്വാണ്ടിറ്റേറ്റീവ് അല്ലാത്ത, നോട്ട് എ ക്വാണ്ടിറ്റേറ്റീവ് നമ്പർ പറയുന്നത്, ഓക്കെ. ക്വാണ്ടിറ്റേറ്റീവ് അല്ലാത്തത്, നമ്പർ ഉപയോഗിച്ച് പറയാത്തത് ഇതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സർവേ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇന്റർവ്യൂ ക്വാണ്ടിറ്റേറ്റീവ് ആക്കാം നമുക്ക്, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണെങ്കിൽ. പക്ഷെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. ഒബ്സർവേഷൻ മെത്തേഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്, ഓക്കെ. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മെഷർ ചെയ്യാൻ കഴിയാത്തത്, നമ്പർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ കഴിയാത്തതിനാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ പലതരമുണ്ട്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ഒബ്സർവേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഒന്ന് സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ സൈക്കോളജിയിൽ സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാറുണ്ട്. ഇൻട്രോസ്പെക്ഷൻ അയാളെ സ്വയം വിലയിരുത്തുന്നതാണ് ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ്. എക്സ്പെരിമെന്റുകളിൽ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിൽ കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ്. സയന്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. മറ്റൊന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണം. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിസർച്ചർ ഈസ് പ്രസന്റ് ഇൻ ദ ഫീൽഡ്. പഠിക്കുന്ന സ്ഥലത്ത് റിസർച്ചർ പ്രസന്റ് ആണ്, പാർട്ടിസിപ്പന്റ് എന്ന് പറയും. പ്രസന്റ് അല്ല എങ്കിൽ നോൺ പാർട്ടിസിപ്പന്റ്. റിസർച്ചർ പ്രസന്റ് ആണെങ്കിൽ പാർട്ടിസിപ്പന്റ്, റിസർച്ചർ പ്രസന്റ് അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇനി സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. കൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡ് അത് എക്സ്പെരിമെന്റുകൾക്കകത്ത് ഉപയോഗിക്കുന്നു. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ മറ്റൊരു പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫീൽഡ് വർക്ക് എന്നാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനെ വിളിക്കുന്നത്. ഫീൽഡ് വർക്ക്. ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഉപയോഗിച്ച് പറയാൻ പറ്റുക എന്നാണ്. നമ്പർ ഉപയോഗിച്ച് പറയാൻ പറ്റാത്ത മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. ഒബ്സർവേഷൻ ഒരു ക്വാളിറ്റേറ്റീവ് ടൈപ്പാണ്, നമ്പർ ഉപയോഗിച്ച് പറയാൻ പറ്റാത്തത്. സർവേ
ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഇന്റർവ്യൂ സ്ട്രക്ചർഡ് ഇന്റർവ്യൂ ഉണ്ട്, സ്ട്രക്ചർഡ് ഇന്റർവ്യൂ എല്ലാം എന്ത് തന്നെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, ക്ലോസ് എൻഡ് ക്വസ്റ്റ്യൻസ്, ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും ഇത് വരുന്നത്, ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള സർവേ അതും എന്താണ് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓർത്ത് ലോ ഓഫ് റെഡ്നെസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്, പ്രൈമറി ലേണിംഗ് ലോസ് കൊണ്ടുവന്നതാണ്. അതിനകത്ത് വരുന്ന ലോ ഓഫ് റെഡ്നെസ്, എക്സസൈസ് എഫക്ട്, ലോ ഓഫ് റെഡ്നെസ് എക്സസൈസ് എഫക്ട് തോണ്ടയ്ക്കിൻ്റെതാണ്. പ്രൈമറി ലേണിംഗ് ലോസ് കൊണ്ടുവന്ന ആരാണ്, തോണ്ടയ്ക്കാണ്. 3 പ്രൈമറി ലേണിംഗ് ലോസ് ആണുള്ളത്. രാവിലെ തോണ്ടയ്ക്ക് എഴുന്നേൽക്കുന്നു, റെഡി ആകുന്നു, ലോ ഓഫ് റെഡ്നെസ്. അതിനുശേഷം തോണ്ടയ്ക്ക് എക്സർസൈസ് ചെയ്യുന്നു, എക്സർസൈസ്. അതിനുശേഷം എന്ത് ചെയ്യും, എക്സർസൈസ് ചെയ്തുകൊണ്ട് തന്നെ ബോഡിയിൽ ഒരു എഫക്ട് ഉണ്ടാകും, ലോ ഓഫ് എഫക്ട്. റെഡിനെസ്, എക്സസൈസ് എഫക്ട്, ഇങ്ങനെ 3 പ്രൈമറി ലേണിംഗ് ലോസ് ഉള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ലേണിംഗ് ഉണ്ട് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. പരീക്ഷ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് തോണ്ടയ്ക്കിലെ ഒരു സബ്സിഡറി ലേണിംഗ് ലോ ആണ്. ഇത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരു റിസൾട്ട്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ട റിസൾട്ടാണ് എന്ന് നോക്കുക. തോണ്ടയ്ക്ക് ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന തോണ്ടയ്ക്കിന്റെ തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി. തോണ്ടയ്ക്കുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ തോണ്ടയ്ക്കിന്റെ വീക്ഷണമാണ് കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്ന വീക്ഷണവുമായി ബന്ധപ്പെട്ടിരുന്നു, തോണ്ടയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ പഠിച്ചത് ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, അദ്ദേഹം കൊണ്ടുവന്ന തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി. കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് പരീക്ഷണം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട തോണ്ടയ്ക്കിന്റെ ഒരു പാഠമാണ്. അദ്ദേഹത്തിന്റെ പ്രൈമറി ലേണിംഗ് ലോ ഓഫ് റെഡിനെസ്, എക്സർസൈസ് ആൻഡ് എഫക്ട് എന്നിവയാണ്. അടുത്ത മറ്റൊരു ചോദ്യം സെക്കൻഡ് എന്നുള്ള ചോദ്യമാണ്. സ്റ്റുഡന്റ് ബ്ലെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ബ്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലെയിമിംഗ് അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ബ്ലെയിം ചെയ്യുന്നത് പ്രൊജക്ഷൻ. ഓക്കെ, ബ്ലെയിമിംഗ് അതേഴ്സ്, നിങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രൊജക്ഷൻ, ബ്ലെയിമിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ കുറ്റം പറയുക, പഴിചാരുക, ബ്ലെയിമിംഗ് അതേഴ്സ്, പ്രൊജക്ഷൻ ഒരു ഡിഫിനിഷൻ ആണ്. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് മേ നോട്ട് ബി ദ അപ്രോച്ച് ഓഫ് ടീച്ചർ ടു ബി ദ സ്റ്റുഡൻറ്റ്സ് വിത്ത് ഹിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഉള്ള കുട്ടികളോട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷുഡ് ബി സീറ്റഡ് ഇൻ ഫ്രണ്ട് ലോയിൽ ഇരുത്തണം, എങ്കിൽ മാത്രമേ അവർ നന്നായിട്ട് കേൾക്കാൻ പറ്റൂ. പിന്നെന്താണ്, സ്പീക്കിംഗ് ബൈ ഗേസിംഗ് അറ്റ് ദ ഫേസ് ഓഫ് സ്റ്റുഡൻസ്, ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ് എൻഷുർ വർക്കിംഗ് ഓഫ് ഹിയറിംഗ് എയ്ഡ്. ഇതിൽ ഏതാണ് പാടില്ലാത്തത്? ഇതിൽ പാടില്ലാത്തത് എന്താണ്, ടു മെനി ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നാണ്. കാരണം ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന നിങ്ങളെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്താണ്, ഹിയറിംഗ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഫ്രണ്ട് റോയിൽ സീറ്റ് നൽകേണ്ടതുണ്ട്. അസീവായിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ എന്താണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റാണ്. കാരണം ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ പഠനത്തിന് സഹായിക്കില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് അസിസ്റ്റീവ് ടെക്നോളജി സ്പെഷ്യൽ ക്ലാസ്സിലുള്ള ടെക്നോളജിയാണ് അസിസ്റ്റീവ് ടെക്നോളജി. അത് ഓർമ്മിക്കുക. അത് കുറേ പ്രാവശ്യം നമ്മൾ കണ്ട ചോദ്യമാണ്. ഡേവിഡ് മക്ലെലാൻഡിന്റെ തിയറി അല്ലെങ്കിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറിക്കകത്ത് അദ്ദേഹം പറയുന്ന നീഡ്സ് ഇമ്പോർട്ടൻസ് 3 ഇല്ല സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് പറയുന്നത്, ഓപ്ഷൻ എ ആണ് ശരി. അതായത് നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, ഇത് 3 എൻ ആക്ട് തിയറി അല്ലെങ്കിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്. അതുപോലെ തന്നെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഏതാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ അനുസരിച്ച് ഡേവിഡ് മക്ലെലാൻഡിന്റെ. അതുപോലെ അവോയ്ഡൻസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മക്ലെലാൻഡിന്റേതാണ്. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നിവ ഡേവിഡ് മക്ലെലാൻഡിന്റെ തിയറിയിലെ പ്രധാനപ്പെട്ട നീഡ്സ് ആണ്. അതുപോലെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എൻ ആക്ട് തിയറി. എൻ ആക്ടിന്റെ പൂർണ്ണ രൂപമാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി. അവോയ്ഡൻസ് മോട്ടീവിനെ കുറിച്ചും പറയുന്നുണ്ട്. അടുത്ത മറ്റൊരു ടു ഐഡന്റിഫൈ ദ റീസൺസ് ഫോർ നോട്ട് അറ്റൈനിങ് ലേണിംഗ് ഔട്ട്. കുട്ടിയിൽ ലേണിംഗ് ഔട്ട് അല്ലെങ്കിൽ പഠന ഉദ്ദേശങ്ങൾ കൃത്യമായിട്ട് നടന്നില്ല, അല്ലെങ്കിൽ പഠന ഉദ്ദേശങ്ങൾ കൃത്യമായിട്ട് കുട്ടിയിൽ വരുന്നില്ല, ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കുട്ടിയിൽ ഉണ്ടാകില്ല. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ടെസ്റ്റ് യു ഐഡന്റിഫൈ ദ റീസൺ ഫോർ നോട്ട് അറ്റൈനിങ് ഔട്ട്. ലേണിംഗ് ഔട്ട് കൃത്യമായിട്ട് അറ്റൈൻ ചെയ്യുന്നില്ല, അതിന് കാരണം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റെമഡിയൽ ടീച്ചിങ്ങിലോട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ കുട്ടികളെ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന സിംപ്ലിഫൈഡ് ഫോം ടീച്ചിങ് ആണ് റെമഡിയൽ ടീച്ചിങ്. അപ്പോൾ ഡിഫിക്കൽട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലേണിംഗ് വീക്ക്നെസ് ഓഫ് ലേണിംഗ്. ഓക്കെ, വീക്ക്നെസ് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. പേഴ്സണാലിറ്റി ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഓഫ് ദ സൈക്കോസോഷ്യൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമൈൻസ് ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇത് എന്ന് പറയുന്ന പറഞ്ഞതാണ്. ഡൈനാമിക് ഓർഗനൈസേഷൻ പറയുന്നത് നമ്മൾ പഠിച്ച അപ്രോച്ച് എന്ന ആദ്യമായി യൂസ് ചെയ്ത അപ്രോച്ചാണ്. പേഴ്സണൽ ഡിസ്പോസിഷൻ ആണ് പരീക്ഷ യൂസ്. പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് ട്രേറ്റിനെ വിളിച്ചത് ആരാണ്? പേഴ്സണൽ ഡിസ്പോസിഷൻ ട്രേറ്റിനെ വിളിച്ചത് അപ്പോർട്ട്. അദ്ദേഹം 3 തരത്തിലുള്ള ട്രേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്. ഓക്കെ, കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്. അപ്പോൾ അത് വെച്ചേക്കുക, പരീക്ഷ ചോദിക്കാവുന്നതാണ്. അപ്പോർട്ടിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അപ്പോർട്ടാണ്. അതുപോലെ പേഴ്സണാലിറ്റി സൈക്കോളജി മനസ്സിലാക്കിന്റെ ഭാഗമാണ്. ഓക്കെ, പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഭാഗമാണ് അപ്പോർട്ട്. ഇറിവേഴ്സിബിലിറ്റി ആരുടെ സംഭാവനയാണ്, അല്ലെങ്കിൽ ഇത് സ്റ്റേജിലാണ്. അപ്പോൾ ഇത് സ്റ്റേജിലാണ് ഇറിവേഴ്സിബിൾ, തിരിച്ചിരിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചിരിക്കാനുള്ള ശേഷി റിവേഴ്സിബിലിറ്റി അങ്ങനെയാണെങ്കിൽ റിവേഴ്സിബിലിറ്റി ആയിരിക്കും. റിവേഴ്സിബിലിറ്റി
പ്രീ ഓപ്പറേഷണൽ പ്രത്യേകതയാണ് ഇറിവേഴ്സിബിലിറ്റി ഓപ്പറേഷണൽ പ്രത്യേകതയാണ് ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് കൈപ്പിലം ഇന്റഗ്രേറ്റിംഗ് ഡിഫറൻസ് ടെക്സ്റ്റ് ഒരുപാട് വിഷയം ഒരുമിച്ച് ചേർത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ക്ലാസ്സിലാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏത് ക്ലാസ്സാണ്? സെക്കൻഡറി ക്ലാസ് നമുക്ക് ഉപയോഗിക്കാം എന്നത് സെക്കൻഡറി ക്ലാസ്. കൺസെപ്റ്റ് മോഡൽ നമ്മൾ പഠിക്കുന്ന ഓൾറെഡി കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലേ? കൺസെപ്റ്റ് മോഡൽ തന്നെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് ഫാമിലി ഒരു മോഡൽ ഓഫ് ടീച്ചിങ് ആണ്. അതുപോലെ തന്നെ ബ്രൂണർ ഒരു കൺസെപ്റ്റിന് എന്നാണ് അദ്ദേഹം കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ബ്രൂണറിന്റെ ഒരു ടീച്ചിങ് മോഡലാണ്. അതുപോലെ ഇൻഫർമേഷൻ ഇൻഡക്റ്റീവ് എന്താണ് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് ജനറലൈസ് എത്തിക്കാൻ ചെയ്യും. അപ്പോൾ ബ്രൂണറിന്റെ മോഡൽ ഓഫ് ടീച്ചിങ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ഉണ്ട് എന്നാണ് ബ്രൂണർ പറഞ്ഞത്. ഇൻഡക്റ്റീവ് റിസണിംഗ് ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് രീതിയിലാണ് എന്നാൽ ക്വാളിറ്റി അല്ലാതെയാണ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഇതെല്ലാം ടെസ്റ്റിന്റെ ക്വാളിറ്റി എന്താണ്? വാലിഡിറ്റി ഇന്റൻഡഡ് ടു മെഷർ എന്ത് ചെയ്യാൻ വേണ്ടി അത് ടെസ്റ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ മറ്റൊരു വാക്കാണ് റിലയബിലിറ്റി. ന്യൂട്രലിറ്റിയാണ്. ന്യൂട്രൽ അതായത് ബയസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒബ്ജക്റ്റീവ്. ഒരു ടെസ്റ്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ടെസ്റ്റ് അത് വാലിഡിറ്റി ആണ്. വാലിഡിറ്റി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി. വാലിഡിറ്റി ആണ്. സോഷ്യൽ എക്സ്പീരിയൻസസ് കോൺട്രിബ്യൂട്ട് ടു ബെറ്റർ ലേണിംഗ് സിറ്റുവേഷൻ. സോഷ്യൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാമൂഹിക റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രൊട്ടന്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ പാവ്ലോവ് ഒരു ബയോളജിസ്റ്റ് ആണ്. പാവ്ലോവ് സയൻസ് അല്ല. ക്ലാസിക്കൽ കണ്ടീഷനിങ്. പാവ്ലോവ് ഒരു റഷ്യൻ ബയോളജിസ്റ്റ് ആണ്. പാവ്ലോവ് അദ്ദേഹത്തിന് ഫിസിയോളജിയിൽ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് പാവ്ലോവ് ആണ്. ഓക്കെ, അടുത്ത മറ്റൊരു ചോദിക്കുന്നത് സോൺ ഓഫ് പറയുമ്പോൾ ഏറ്റവും ബേസിക് ലെവൽ സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് വിതൗട്ട് അതർ സപ്പോർട്ട് ഈ സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റിനും സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഗ്യാപ്പ് സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റിലാണ് മോർ നോളജബിൾ അതേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സൈക്കിൾ എന്നതാണ് ചോദ്യം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതിനുശേഷം രണ്ടാമത് ആണ്. മൂന്നാമത് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ ആണ്. മൂന്നാമത് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അത് പ്രധാനമായിട്ടും ഒന്നാമത്തത്. രണ്ടാമത് ഒബ്സർവേഷൻ. മൂന്നാമത്തേത് അബ്സ്ട്രാക്ട് കൺസെപ്റ്റൈസേഷൻ. നാലാമത്തേതാണ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ. വളരെ പ്രധാനപ്പെട്ട എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്. ഡേവിഡ് കോൾബ് പറഞ്ഞത്. ഒന്നാമത്തെ എക്സ്പീരിയൻസ്, രണ്ടാമത്തേത് ഒബ്സർവേഷൻ, മൂന്നാമത്തെ അബ്സ്ട്രാക്ട് കൺസെപ്റ്റൈസേഷൻ, നാലാമത്തെ ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ ഉപയോഗിച്ച് ഡെവലപ്മെന്റ് ഗ്രോത്ത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ല ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ലൈഫ് ലോങ് പ്രോസസ് ആണ്. എന്നാൽ സ്പെസിഫിക് ടു ജനറൽ ടു സ്പെസിഫിക് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡെവലപ്മെന്റ് ജനറൽ ടു സ്പെസിഫിക് ആണ് ശരി. സ്പെസിഫിക് ടു ജനറൽ ആണ്. PWD വേഴ്സസ് ഇത് വരുന്നത് 1995 ഇനി